അതുപോലെ തന്നെ സുന്നത്തിനെ സ്വീകരിക്കാത്ത ആളുകളുണ്ട് എങ്കിൽ, സുന്നത്ത് വേണ്ട, താടി രോമങ്ങൾ വളർത്തണമെന്ന ഹദീസിൽ വരുമ്പോൾ അത് വേണ്ടതില്ല, നെരിയാണിക്ക് മേലെ വസ്ത്രം ധരിക്കണമെന്ന് പറയുമ്പോൾ അത് വേണ്ടതില്ല, കാരണം അത് ഹദീസിൽ വന്ന കാര്യമല്ല എന്ന് ആരെങ്കിലും വാദിച്ചു കഴിഞ്ഞാൽ, അതിൽ ഖുർആനിൽ ഒരു തെളിവുമില്ല എന്ന് ആരെങ്കിലും ഒക്കെ വാദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ അവൻ തീരാ നഷ്ടത്തിലാണ്, ആ വാദഗതിയിലൂടെ അവൻ കടന്നു ചെല്ലുന്നത് എന്ന് കൃത്യമായി നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട്. ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും ധിക്കരിച്ചാൽ, ഈ ആയത്തിൽ ഒരിക്കലും അള്ളാഹുവിനെ പറ്റി മാത്രം പറഞ്ഞ കാര്യമല്ല, മറിച്ച് അള്ളാഹു തആലയോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും ചേർത്തുകൊണ്ടാണ് അള്ളാഹു തആല ഖുർആനിലൂടെ പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും ധിക്കരിച്ചാൽ ഫഖദ് ضل ضلالا മുബീന, അവൻ ഏറ്റവും വ്യക്തമായ വഴികേടിൽ പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. അതുപോലെ തന്നെ ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ, നമ്മളെല്ലാവരും പറയും റബ്ബിനെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നു, എല്ലാവരും പറയുന്ന ഒരു വാക്യമാണ്, എനിക്ക് റബ്ബിനെയാണ് ഏറ്റവും അധികം ഇഷ്ടമെന്ന് പറയാറുണ്ട്. അള്ളാഹു തആല അങ്ങനെ ആരെങ്കിലും റബ്ബിനെ ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളോട് പറയാൻ കൽപ്പിക്കുകയാണ്, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റിക്കൊള്ളട്ടെ എന്ന് പ്രവാചകരെ താങ്കൾ ജനങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞുകൊള്ളട്ടെ എന്ന് പറയുകയാണ്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരുവൻ പിൻപറ്റുന്നതോടുകൂടി മാത്രമാണ് അവന്റെ റബ്ബിനോടുള്ള മഹബത്തും പൂർത്തീകരിക്കപ്പെടുന്നത്. മാത്രമല്ല, ഇങ്ങനെ ആരെങ്കിലും പ്രവാചകന്റെ സുന്നത്തിനെ പിൻപറ്റി കഴിഞ്ഞാൽ വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നമ്മൾ ചെയ്ത നമ്മുടെ പാപങ്ങൾ ഓരോന്നും അല്ലാഹു തആല പുറത്തു തരുമെന്നും ഈ ഒരു ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? ചെയ്തു കൂട്ടിയിട്ടുള്ള പാപങ്ങൾ പൊറുക്കപ്പെടണം. എത്രയെത്ര തിന്മകൾ നമ്മൾ ചെയ്തു കൂട്ടിയിട്ടുണ്ട്, രഹസ്യമായും പരസ്യമായും എത്രയോ അബദ്ധങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. നമ്മുടെ എല്ലാം ഇബാദത്തുകളിൽ എത്രയെത്ര വീഴ്ചകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. ഈ വീഴ്ചകൾ പരിഹരിക്കപ്പെടണമെങ്കിൽ, നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടണമെങ്കിൽ, ഈ പറയപ്പെട്ട പോലെ ആരെങ്കിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിച്ചു, പ്രവാചകന്റെ സുന്നത്തിന് ഒരുവൻ അനുധാവനം ചെയ്തു എങ്കിൽ അതിലൂടെ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാനും അവന് റബ്ബിനോടുള്ള ഇഷ്ടം പ്രകടമാക്കാനും ഇതിലൂടെ അവന് സാധിക്കുമെന്ന് അല്ലാഹു തആല ഖുർആനിലൂടെ പറയുകയാണ്. മന്നതാഅനി, ആരെങ്കിലും എന്നെ അനുസരിച്ചാൽ ഫഖദ് അതാ അല്ലാഹ്, അവൻ അല്ലാഹുവിനെയും അനുസരിച്ചവനായി തീർന്നിരിക്കുന്നു എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ചില ഹദീസിൽ കാണാം, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്നഹ ഇല്ലാ മൻ അബാ. ഇതൊക്കെ നമുക്ക് കേട്ട് പരിചയമുള്ള ഹദീസാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ ഉമ്മത്തിൽപ്പെട്ട ആളുകളും കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, അവരെല്ലാം സ്വർഗ്ഗത്തിലാണ്, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ച ആളുകൾ ഒഴികെ ബാക്കി എല്ലാവരും സ്വർഗ്ഗത്തിലായിരിക്കുമെന്ന് പറഞ്ഞപ്പോൾ സ്വഹാബത്തിന് സംശയമായി, അള്ളാഹുവിന്റെ റസൂലെ, ആരാണ് ഈ വിസമ്മതം പ്രകടിപ്പിച്ച ആളുകൾ, വിസമ്മതം കാണിച്ച ആളുകൾ ആരാണ് റസൂലെ എന്ന് ചോദിച്ചപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ നതഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആരാണ് എന്നെ പിൻപറ്റുന്നത്, ആരാണ് എന്നെ അനുസരിക്കുന്നവൻ, അവരാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്നവർ. ആരാണ് എന്നോട് വിമുഖത കാണിക്കുന്നവൻ, എന്റെ സുന്നത്തിനെ സ്വീകരിക്കാത്തവരാരാണോ ഫഖദ് അബാ, അവരാണ് വിസമ്മതം കാണിച്ചവരെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു ഹദീസിലൂടെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. മാത്രമല്ല, ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിനെ പിൻപറ്റി കഴിഞ്ഞാൽ, ആ ഹദീസുകളെ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ പ്രവാചകന്റെ ഓരോ സുന്നത്തിനെയും അനുധാവനം ചെയ്തു കഴിഞ്ഞാൽ അവന് സ്വർഗ്ഗത്തിൽ കിട്ടുന്ന പ്രതിഫലം അതൊരിക്കലും നിസ്സാരമല്ല. ഖുർആനിലൂടെ അല്ലാഹു തആല പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വർ-റസൂൽ, അല്ലാഹുവിനെയും റസൂലിനെയും ആരെങ്കിലും അനുസരിച്ചാൽ ഫഉലൈക, അവർ ആരോടൊപ്പമായിരിക്കും? ഇതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ ദുനിയാവിൽ നമ്മൾ ഓരോ കർമ്മങ്ങളും ചെയ്യുമ്പോൾ നമ്മൾ ഏറ്റവും അധികം ആഗ്രഹിക്കുന്ന കാര്യം എന്താണ്? അള്ളാഹുവിന്റെ സ്വർഗം കിട്ടണം. വെറുമൊരു സ്വർഗമല്ല, ആ സ്വർഗത്തിലെ തന്നെ ഏറ്റവും ഉന്നതമായ പദവികളിൽ എനിക്ക് ഉൾപ്പെടാൻ സാധിക്കണം. ഇത് ആഗ്രഹിക്കാത്ത ഒരാളുമില്ല. അല്ലാഹു തആല പറഞ്ഞു, ഇപ്രകാരം ആരെങ്കിലും അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കഴിഞ്ഞാൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു ഏറ്റവും അധികം അനുഗ്രഹിച്ചവരോടൊപ്പമായിരിക്കും അവർക്ക് പ്രവേശിക്കാൻ കഴിയുക. എന്നിട്ട് ആരെയാണ് അല്ലാഹു തആല ഏറ്റവും അധികം അനുഗ്രഹിച്ചിട്ടുള്ള ആളുകൾ? മിനൻ നബിയീൻ, അവർ അമ്പിയാക്കളിൽപ്പെട്ട ആളുകളാണ്. വസ്സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളാണ്. അതോടൊപ്പം ശുഹദാക്കളെ പറ്റിയും സാലിഹീങ്ങളെ പറ്റിയും അല്ലാഹു തആല ഈ ഒരു ആയത്തിലൂടെ പറഞ്ഞു, അവരോടൊപ്പം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. ഇതാണ് അല്ലാഹു തആല ആരെങ്കിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ അനുധാവനം ചെയ്താൽ അവർക്ക് കിട്ടുന്ന പ്രതിഫലമെന്ന്
ഇത്തരത്തിലുള്ള ആയത്തുകളിലൂടെയെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ സുന്നത്ത് സ്വീകരിക്കുന്ന കാര്യത്തിൽ അലംഭാവം കാണിക്കുന്ന ആളുകളെയാണ് നമുക്ക് ധാരാളമായി കാണാൻ കഴിയുക. ഏതെങ്കിലും ഒരു സുന്നത്തിനെ പറ്റി ആളുകൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്താൽ അവർ പറയും, ഇത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യമാണോ, അതല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ, അതല്ലെങ്കിൽ ഇതുപോലുള്ള പഴയ നിയമങ്ങൾ പ്രത്യേകിച്ച് ഈ ഒരു പുതിയ തലമുറയിൽ അങ്ങനെയുള്ള ആളുകൾക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യമാണോ എന്നൊക്കെ ആളുകൾ പരസ്പരം ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മാറി. മാത്രമല്ല പല സുന്നത്തുകളും ജനങ്ങൾക്ക് മുമ്പിൽ പറയുമ്പോൾ ഒരു പരിചയമില്ലാത്തൊരവസ്ഥയിലേക്ക് ആളുകൾ മാറി. ഇതൊക്കെ സുന്നത്തിൽപ്പെട്ട കാര്യമാണോ, ഇതൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞ് ചില സുന്നത്തുകളെല്ലാം ആളുകൾ ഒഴിവാക്കുന്ന ഒരവസ്ഥ. നിര്യാണിക്ക് താഴെ വസ്ത്രം ധരിക്കുന്ന ആളുകൾ, അവരെ നമ്മൾ ഉപദേശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് തിരിച്ചു ചോദിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോലും എത്തിയെന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഖുർആൻ സ്വീകരിക്കുന്നത് പോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും സ്വീകരിക്കേണ്ടതുണ്ട്.